മോർണിംഗ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സൊക്കെ പഠിച്ചിട്ടിരിക്കുകയാണല്ലേ? ക്ഷീണിച്ചിരിക്കുകയാണോ? ആണോ? നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചാൽ മതി. നിങ്ങൾ ദ്രവ്യത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ദ്രവ്യത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. നമ്മളുടെ ദ്രവ്യത്തിന്റെ അവസ്ഥകളാണ് നോക്കുന്നത്. ദ്രവ്യത്തിന്റെ എന്താണ് അവസ്ഥകൾ? ദ്രവ്യത്തിന്റെ അവസ്ഥകളെ പറ്റി നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നമ്മുടെ ഈ ക്ലാസ്സിൽ ഇരിക്കുകയാണ് അല്ലേ? അപ്പൊ ഈ ക്ലാസ്സിൽ നിങ്ങൾ ചുറ്റും നോക്കിയാൽ നിങ്ങളുടെ ചുറ്റുമുള്ളതും നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളെല്ലാം ഏതൊക്കെ വസ്തുക്കളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഏതൊക്കെ വസ്തുക്കളുണ്ട്? പറഞ്ഞേ, അക്ഷര പറഞ്ഞേ, ഏതൊക്കെ വസ്തുക്കളാണ്? ഒരു 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 മൂന്ന് ഉദാഹരണം പറഞ്ഞേ. സ്കെയില്, കപ്പ്, ഗ്ലാസ്. ഇരുന്നോ അക്ഷര? ഒരു 3 ഉദാഹരണം പറഞ്ഞേ. ചോക്ക്. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലുള്ള വസ്തുക്കൾ പറഞ്ഞു. വെള്ളം, ചുറ്റുമായുണ്ട്, ബുക്സ്. ഓക്കെ, അപ്പോ നമ്മള് ഒരുപാട് വസ്തുക്കളുടെ പേര് പറഞ്ഞില്ലേ? അപ്പൊ ഈ വസ്തുക്കൾ എല്ലാം ഒരേപോലെയാണോ? നമ്മള് കാണുന്നതും അവരുടെ പ്രത്യേകതകളൊക്കെ ഒരേപോലെയാണോ? അല്ലല്ലേ, വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോ ടീച്ചർ കുറച്ച് ഉദാഹരണം കാണിക്കാം. ഇതെന്താണ്? ഗ്ലാസ് അല്ലേ? തടിക്കട്ട. എന്താണ് തടിക്കട്ട? ഇതെന്താണ്? തെർമോകോൾ. അപ്പോ ഇത് മൂന്നിനെയും നമ്മള് ചേർത്ത് ഒരു അവസ്ഥ പറയും. എന്താണ്? ഖരം. എന്താണ്? ഖരം. വേറെ എന്താണ്? വെള്ളം. എന്താണ്? ഇത് വെള്ളമാണ്. ഇത് സോപ്പ് വെള്ളമാണ്. എന്താണ്? സോപ്പ് വെള്ളം. ഇത് ചോക്ക് വെള്ളം. ഇത് ചോക്ക് വെള്ളം. അപ്പോ ഇത് ഏതൊക്കെയാണ്? ഒരു വെള്ളമുണ്ട്, പിന്നെ അത് സോപ്പ് വെള്ളമുണ്ട്, വേറെ ചോക്കിന്റെ ലായനിയുണ്ട്. അപ്പൊ ഇത് മൂന്നിനെ കൂടെ ചേർത്ത് നമുക്കൊരു പ്രത്യേകമായിട്ട് ചേർത്ത് പറയാം. എന്താണ്? ദ്രാവകം. എന്താണ്? ദ്രാവകം. ഇനി ഇപ്പോ 2 അവസ്ഥയായി. ദ്രവ്യത്തിന് എത്ര അവസ്ഥയായി? ഇപ്പോ 2 അവസ്ഥയായി. ഇനി ഒരു അവസ്ഥ കൂടിയുണ്ട്. അതിന്റെ പേരാണ് വാതകം. എന്താണ്? വാതകം. അപ്പോ ഇത് കണ്ടോ? ടീച്ചറിന്റെ കയ്യിലൊരു എന്തുണ്ട്? ബലൂൺ ഉണ്ട്. ഈ ബലൂൺ എന്താണ്? വായു നിറച്ചു വെച്ചിരിക്കുകയാണ്. എന്ത് നിറച്ചു വെച്ചിരിക്കുകയാണ്? വായു നിറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോ ഈ വായു നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല. വായു. അപ്പൊ ഇത് എന്തിനൊരു ഉദാഹരണമാണ്? വാതകത്തിന് ഉദാഹരണമാണ്. അപ്പോ നമുക്ക് പറയാം ദ്രവ്യത്തിന് എത്ര അവസ്ഥകളുണ്ട്? 3 അവസ്ഥകളുണ്ട്. ഖരം, ദ്രാവകം, വാതകം. അല്ലേ? അപ്പോ ഒരാള് എണീച്ചിട്ട് വിളിക്കുന്ന ആൾക്കാർ എണീച്ച് ഖരത്തിനും ദ്രാവകത്തിനും വാതകത്തിനും ഉദാഹരണങ്ങൾ പറയണം. ഖരത്തിന് നമുക്ക് ഏതൊക്കെ ഉദാഹരണങ്ങൾ എടുക്കാം? നിരുപമ, ഖരം ഒരു 2 ഉദാഹരണം പറഞ്ഞേ. ബുക്ക് എടുക്കാം അല്ലേ? പിന്നെ എന്താണ്? തടി. അടുത്തത് ജഹാന 2 ഉദാഹരണം ഖരത്തിന് പറഞ്ഞു. തെർമോകോൾ. ദ്രാവകത്തിന് സുഹാന 2 ഉദാഹരണം പറഞ്ഞേ. വെള്ളം എടുക്കാം, സോപ്പ് വെള്ളം. ബൈന 2 ഉദാഹരണം ദ്രാവകത്തിന്. മണ്ണെണ്ണ. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമല്ലേ മണ്ണെണ്ണ? വാതകത്തിന് 2 ഉദാഹരണം പറഞ്ഞേ അക്ഷയ. ഓക്സിജൻ അല്ലേ? നമ്മള് ശ്വസിക്കുന്ന വായു എന്താണ്? ഓക്സിജൻ. ഉദാഹരണം വാതകം നൈട്രജൻ. ഉദാഹരണം പറഞ്ഞേ കാർത്തിക. ഹൈഡ്രജൻ. അല്ല
എന്ത് ചെയ്യും? തിളച്ച് വരുമ്പോ നമുക്കിത് കാണാൻ പറ്റില്ല. അപ്പൊ കാണാൻ പറ്റില്ല, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? തിളയ്ക്കുന്ന വെള്ളത്തിന്റെ എന്ത് കുറയും? ആ അളവ് പാത്രത്തിൽ എന്ത് ചെയ്യും? കുറയില്ലേ? അതായത് ആ തിളയ്ക്കുന്ന വെള്ളം എന്തായിട്ട് പോവും? നീരാവിയായിട്ട് മുകളിലേക്ക് പോവും. അപ്പൊ അത് നീരാവി എന്തിന്റെ ഒരു ഉദാഹരണമാണ്? വാതകത്തിന്റെ ഉദാഹരണം. അപ്പോ നിങ്ങൾക്ക് ദ്രവ്യത്തിന്റെ 3 അവസ്ഥകളെ പറ്റി മനസ്സിലായോ? ഏതൊക്കെയാണ് 3 അവസ്ഥകൾ? ഖരം, ദ്രാവകം, വാതകം. ദ്രവ്യത്തിന്റെ 3 അവസ്ഥകൾ ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം. ഇതിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള പ്രത്യേകതകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ